ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടക്കണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. സമാനതകളില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത മോഷണ പരമ്പരയാണ് ശബരിമലയിൽ കുറിച്ച് ഉയരുന്നത്. 2019 അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ തങ്കപ്പാളി അതിൽ 4 കിലോ കാണാനില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. സ്വർണ്ണപീഠം കാണാനില്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു. പിന്നാലെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ബന്ധുവീട്ടിൽ നിന്ന് അത് കണ്ടെത്തി. സ്പോൺസറുടെ കൈവശം ഈ സ്വർണ്ണപ്പാളിയും സ്വർണ്ണപീഠവും അറ്റകുറ്റപ്പണിക്ക് എന്തിനാണ് കൊടുത്തയച്ചതെന്ന ചോദ്യമുയരുന്നു. കൊടുത്തയച്ച സമയത്ത് തൂക്കം നോക്കി മഹസർ തയ്യാറാക്കി രേഖപ്പെടുത്തിയിരുന്നു. തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കം നോക്കി മഹസർ തയ്യാറാക്കി രേഖപ്പെടുത്തിയിരുന്നോ? അങ്ങനെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ 4 കിലോയുടെ കുറവ് എന്തുകൊണ്ട് അന്ന് കണ്ടെത്തിയിരുന്നില്ല? ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നിട്ടും ഇതിനൊരു വ്യക്തമായ ഉത്തരം തരാൻ ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡിലെ കാലാകാലങ്ങളിൽ ഭരിച്ച ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണപീഠത്തെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും സ്വർണ്ണപീഠത്തെക്കുറിച്ചുള്ള കഥ അല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുമുള്ള ബന്ധം എന്താണ്? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ ഒരു ഇടനിലക്കാരനായി ദേവസ്വം ബോർഡ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്? ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ എന്തിന് 2019 വീണ്ടും സ്വർണം പൂശുന്നു? അത് വീണ്ടും എന്തിന് 2025 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു? ഇതൊക്കെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിനൊന്നും ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ ശബരിമലയിലേക്ക് എത്തുന്ന അമൂല്യ വസ്തുക്കളുടെ അളവോ തൂക്കമോ അതിൻ്റെ എണ്ണമോ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വാർത്തകൾ ശരിയാണെങ്കിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ചാക്കുകളിലാണ് സ്വർണ്ണ ഉരുപ്പടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഭഗവാന് ചാർത്താനായി എത്തിയിട്ടുള്ള സ്വർണ്ണ ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് വെറും ചാക്കുകളിലാണ്, നിലത്ത്. അപ്പോൾ ഇത്രത്തോളം അലസമായിട്ടാണ് ശബരിമലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈ സർക്കാരിനും സർക്കാരിൻ്റെ ഏറാൻ മൂളികളായി നിയമിക്കപ്പെടുന്ന ഈ രാഷ്ട്രീയക്കാർക്കും ഒരു അടിച്ചു മാറ്റാനും കൊള്ള നടത്താനുമുള്ള ഒരു കറവപ്പശു മാത്രമാണ് ശബരിമല ക്ഷേത്രം എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തുമാത്രം ഇപ്പോൾ പുറത്തു വന്നത് ഈ തട്ടിപ്പിന്റെയും ഈ കൊള്ളയുടെയും കഥകളാണെങ്കിൽ പുറത്തു വരാത്ത എത്രയോ മോഷണങ്ങളുടെ കഥ ശബരിമല സന്നിധാനത്തിന് പറയാനുണ്ടാകും. ശബരിമലയിൽ നിന്ന് ആരോരും അറിയാതെ പുറത്തുപോയത് എത്ര അമൂല്യമായ വസ്തുക്കളായിരിക്കും. ഹൈക്കോടതിയുടെ നിതാന്തമായ ജാഗ്രതയോടെയുള്ള നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഹൈക്കോടതി ഇടപെടുന്നതിന് മുൻപ് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയ അമൂല്യമായ സ്വത്തിന്റെ അളവ് ചിന്തിക്കാൻ കഴിയുന്നതാണോ? ഇന്നത്തെ ദിവസം ചില മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ പുറത്തു വന്നു. അതായത് ഈ പറയുന്ന ശബരിമലയിലെ ശ്രീകോവിലിലെ മൂലവിഗ്രഹം പഞ്ചലോഹ നിർമ്മിത വിഗ്രഹം നിർമ്മിച്ച ആ കുടുംബത്തിലെ ഒരാൾ സംസാരിച്ചു. അതായത് ശബരിമലയിൽ വിജയ് മല്യ നിർമ്മിച്ച് നൽകിയത് ചെമ്പ് പാളികൾക്ക് പുറത്ത് തങ്കപ്പാളികളാണ്. ആ തങ്കപ്പാളികളാണ് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ തിരികെ വന്നപ്പോൾ ആ തങ്കപ്പാളികളായിരുന്നില്ല ഉണ്ടായിരുന്നത്, മറിച്ച് അതേ മോൾഡിൽ ഉണ്ടാക്കിയ സ്വർണം പൂശിയ മറ്റൊരു പാളിയായിരുന്നു ഉണ്ടായിരുന്നത്, തകിടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഈ കുടുംബത്തിന്റെ ഒരു അംഗത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. ഇന്ന് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ശബരിമലയിലെ കൊള്ളയെ സംബന്ധിച്ച പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാനും ആചാരങ്ങൾ അട്ടിമറിക്കാനും ശ്രമിച്ച ഒരു സർക്കാർ, ശബരിമലയെ കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ച ഒരു സർക്കാർ, സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി അവിടുത്തെ പവിത്രത നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ, ഇപ്പോൾ ജനങ്ങളെ പറ്റിക്കാനും പണപ്പിരിവിനുമായി ആഗോള അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ, ആ സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിന്റെ കീഴിലുള്ള ഭരണസമിതി ഭരണം നടത്തുമ്പോൾ എങ്ങനെ ശബരിമല സംരക്ഷിക്കപ്പെടുമെന്ന ചോദ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. ഇവിടെയാണ് ഭക്തർ ഇപ്പോൾ ചിന്തിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നത് കേന്ദ്രത്തിന്റെ കീഴിൽ ശബരിമലയുടെ ഭരണം വരുമോ?
ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമോ? അങ്ങനെ ഒരു നിയമപരമായ സാഹചര്യം ഉണ്ടാകുമോ? അതുണ്ടായാൽ ശബരിമല സംരക്ഷിക്കപ്പെടും. അല്ലാത്ത പക്ഷം ഈ സഖാക്കന്മാരുടെ കൊള്ള മൂലം ശബരിമലയിലെ മൂലവിഗ്രഹം പോലും അവിടെ നിന്ന് അപ്രത്യക്ഷമായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.